നമ്മൾ എങ്ങോട്ട് പോവാ? ഗെയിം കളിക്കാനോ? ഓക്കെ, എവിടെയാ പോകുന്നതെന്ന് അറിയാവോ അല്ലിക്ക്? എവിടാ? കളിപ്പാട്ടത്തിലോ? കളിപ്പാട്ടത്തിന്റെ പേരെന്താ? അല്ല, ജംപ് വേൾഡ്. ജംപ് വേൾഡ്. ശരി. അങ്ങനെ അല്ലി പറഞ്ഞതുപോലെ നമ്മൾ അല്ലീനെ കൊണ്ട് കളിക്കാനായിട്ട് പോവുക കേട്ടോ. പ്ലേ ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇൻഡോർ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഇതുപോലത്തെ പ്ലേ ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ പോകുന്നത്. ജംപിങ് വേൾഡ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്ഥലത്ത്. പൊതുവെ നമ്മൾ പോകുന്നത് അറിയുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇൻഡോർ ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യൻസിനെ ഞാൻ ഒരുപാട് കണ്ടില്ല. കൂടുതലും തന്നെ ലോക്കൽസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അല്ലി ആസ് യൂഷ്വൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യക്കാണെങ്കിൽ അതൊന്നും അങ്ങനെ മനസ്സിലാക്കാനുള്ളൊരു പ്രായം ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനിങ്ങനെ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചേർന്ന് പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുമ്പം നമ്മൾ കുട്ടികളുടെ കൂടെ ഒരു പാരൻ്റ് കയറണം, അങ്ങനെ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ അല്ലിയുടെ കൂടെ ഞങ്ങൾ 2 പേരും കയറി. അപ്പം നമ്മൾ എക്സ്ട്രാ ഒരാളുടെയും കൂടെ പേയ്മെൻറ്റ് അടച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാവരുടെയും പാരൻസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സോക്സൊക്കെ അവിടെ നിന്ന് തന്നെ മേടിച്ച് നമ്മൾ അകത്തേക്ക് കയറുവാണ് കേട്ടോ. അല്ലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം അവൾക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പ്ലേ ഏരിയാസൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഞങ്ങൾക്ക് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. അല്ലീനെ കണ്ട് അല്ലിയുടെ കൂടെ നടക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുന്ന സമയത്താണെങ്കിലും മാക്സിമം വേറെ ആരും ഇൻക്ലൂഡ് ആവാതെ ഇരിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ മാക്സിമം ആരെയും അല്ലെങ്കിൽ മറ്റു കുട്ടികളെ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത രീതിയിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തേക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യക്ക് നല്ല ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. ആദ്യയുടെ അടുത്ത് ഞാൻ കുറച്ച് ഫീഡൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും നമ്മൾ തിരിച്ച് വന്നപ്പം മനുവേട്ടൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മനുവേട്ടനും മല്ലിയും കൂടെ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനും ആദ്യം അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു. അവിടെ കുറച്ച് പാരൻസിനൊക്കെ പറ്റുന്ന പോലത്തെ ഗെയിംസൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഞങ്ങളെന്നാലും വന്നതല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ കുഞ്ഞു പാവകളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ അന്നത്തെ ഗെയിമിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ജമ്പിങ് വേൾഡിൽ 2 ഫ്ലോർസ് ആണുള്ളത്. അത് 2 സൈഡിൽ 2 ഗെയിംസ് പോലെയാണ്. അപ്പോൾ ഈ ഒരു സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കൊച്ചു കുട്ടികൾക്ക്, ഒരു 3 വയസ്സ് 4 വയസ്സായ കുട്ടികൾക്ക്, ഇത്ര ഹൈറ്റുള്ള കുട്ടികൾക്ക് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡാണിത്. ഓപ്പോസിറ്റ് സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വലിയ ഗെയിംസൊക്കെ ഉള്ളത്. അത് പാരൻസിനാണേലും കളിക്കാൻ പറ്റുന്നതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മറന്നുപോയതിൻ്റെ റീസൺ വേറൊന്നുമല്ല, കുറച്ച് നാളായി ഈ വീഡിയോ എടുത്തിട്ട്. വീഡിയോ എഡിറ്റ് ചെയ്തിടാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആയിരുന്നതുകൊണ്ടാണ്. കാരണം വേറെ സിറ്റുവേഷനൊന്നും അല്ല, സമ്മതിക്കില്ല. 2 പേരും ഒരു രീതിയിലും ഫോൺ എടുക്കാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ഗെയിംസിലൂടെയൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ അല്ലീനെ പഠിപ്പിക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ബോൾസ് എല്ലാം കാണുമ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഇത് ഇന്ന കളറാണെന്ന് പഠിപ്പിക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്, അല്ലിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ട് തോന്നിയതും ഇങ്ങനെ ബോളുകളുടെ ഒക്കെ കൂടെ കളിക്കുമ്പോഴൊക്കെ ഇന്ന കളറാണ് ഈ ബോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾ പെട്ടെന്ന് അത് പഠിച്ചെടുക്കുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ രീതിയിലാണ് അല്ലീനെ കൂടുതലും കളേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഷേപ്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ ട്രെയിൻ ചെയ്യുന്നത്. ആദ്യമാണെങ്കിൽ ഭയങ്കര ഉറക്കം വന്നിരിക്കുമായിരുന്നതുകൊണ്ട് തന്നെ ആൾക്ക് ചിരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവനാണെങ്കിലും ഇവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഈ വീഡിയോ എടുത്ത സമയത്ത് അവനങ്ങനെ എഴഞ്ഞൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യനെ ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആദ്യനെ ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഈ ചെറിയ ഗെയിംസ് അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ സൈഡിൽ കുറച്ചുകൂടെ വലിയ ഗെയിംസ് ഉണ്ട്. സിപ്പ് ലൈൻ പോലത്തെയുമൊക്കെ എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളുടെ സിപ്പ് ലൈൻ പോലത്തെയൊക്കെ. പക്ഷെ അല്ലിക്ക് ഹൈറ്റ് അത്ര ഇല്ലാത്തത് കൊണ്ടും ഏജ് അത്ര ഇല്ലാത്തത് കൊണ്ടും കയറാൻ പറ്റിയില്ല. നമ്മൾ ഈ ഒരു പാസ് എടുക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ജമ്പിങ് വേൾഡിലെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ.
പിന്നെ അവളാണേലും ഇതൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനാണേലും മാക്സിമം അവിടെ ഇരിക്കുന്ന സമയത്ത് വേറൊന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ ഈ ഒരു ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അല്ലിക്ക് വേണ്ടിയിട്ട് തന്നെ അല്ലിയുടെ അടുത്ത് നമ്മൾ വെക്കേഷനാണ് അപ്പോൾ എവിടെ പോകണം എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് അവൾ പറയുന്നത് നമുക്ക് പ്ലേ ഏരിയ പോകാം അല്ലെ പാർക്കിൽ പോകാമെന്ന്. യൂഷ്വലി നമ്മൾ അല്ലീനെ എല്ലാ വീക്സിൽ ഒരു വീക്കിൽ ഒരു പ്ലേ ഏരിയയിലും കൊണ്ടുപോകാറുണ്ട്, അതേപോലെ തന്നെ പാർക്കിലും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. കാരണം ഇൻഡോർ ആക്ടിവിറ്റീസും എക്സ്പ്ലോർ ചെയ്യട്ടെ, അതേപോലെ തന്നെ ഔട്ട്ഡോറും എക്സ്പ്ലോർ ചെയ്യട്ടെ എന്നുള്ള ഒരു ഐഡിയയിലാണ് അത് ചെയ്യുന്നത്. പിന്നെ അവൾ നല്ലപോലെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ അലീനെ കൊണ്ടുപോകാറുണ്ട്. ഈ ഒരു ഇതിൽ ഗെയിമിൽ നമുക്കും കൂടെ കയറി ഇരിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ അവരോട് ചോദിച്ചു എനിക്ക് ഇരിക്കാൻ പറ്റുമോ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. കാരണം ആദ്യം ബോറടിച്ചിരിക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല മാം കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും കയറിയിരുന്നു. അല്ലിയുടെ കൂടെ ഇരിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അല്ലി പറഞ്ഞു ഇല്ല അമ്മ അല്ലിക്ക് പിങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ തൊട്ടപ്പുറത്തെ കാറിലാണ്, ജീപ്പിലാണോ കാറിലാണോ എന്താ പറയണ്ടേ, അപ്പോൾ അതിലാണ് നമ്മൾ കയറിയിരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അതിലെ കൂടെ കറങ്ങി കറങ്ങി സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനോരിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് തല കറങ്ങുന്നു, ശരിക്കും തല കറങ്ങുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നേ. ഈ ആക്ടിവിറ്റി എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു. അതും ഇത്രയും സ്ലോ ആയിട്ടല്ലേ പോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ സ്വിങ്ങിൽ അല്ലിയോട് കയറാൻ പറഞ്ഞു. ഇത് നമ്മളിങ്ങനെ നടന്ന് കയറണം. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഈ പാർക്കുകളിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്വിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ എന്ത് ചെയ്താൽ കയറത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ധൈര്യമൊക്കെ സംഭരിച്ച് ഞാൻ ആ ഒരു പേടി മാറ്റിയെടുത്തു. ഇപ്പോഴും എനിക്ക് റൈഡുകളിലൊക്കെ കയറാനായിട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിലും പേടിയാണ്. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ആ പേടിയൊക്കെ മാറ്റി ധൈര്യത്തോടെ ഞാൻ കയറാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ അല്ലി ഈ സമയത്ത് തന്നെ അവൾക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതെങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും അറിയാത്തത് കൊണ്ട് മനുവേട്ടൻ്റെ ചെറിയൊരു ഹെൽപ്പൊക്കെ നമ്മൾ എടുത്തായിരുന്നു അല്ലിക്ക് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് അല്ലിക്ക് എവിടെ കയറാൻ ഒരു പേടിയില്ല കേട്ടോ. മാക്സിമം അവളെല്ലാം ഭയങ്കര സന്തോഷത്തോടെ എക്സ്പ്ലോർ ചെയ്യുന്നതും കാണാറുണ്ട്. ഞങ്ങൾക്ക് നല്ല ബോറടിയായിരുന്നു അവിടെ ചെന്നിരുന്നിട്ട്. കാരണം ഒന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. അറ്റ്ലീസ്റ്റ് നമുക്ക് അവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള സ്ഥലമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ താഴേക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഒരു ഇച്ചിരി ഒന്ന് ഓക്കെ ആയി എന്ന് തോന്നിക്കഴിഞ്ഞപ്പം ആദീനെ എടുത്ത് ഞാനൊന്ന് പുറത്തിട്ടു കേട്ടോ. കുറച്ചൊക്കെ അവനും കൂടെ ഒന്ന് കളിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം അല്ലി ഞാനിങ്ങനെ ചെയ്തമ്മ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ മാക്സിമം അവളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഇതേപോലത്തെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനത്തെ ചെറിയ ഗെയിമുകളും അവൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ ആദ്യേനെയും പിടിച്ച് അതിലൊന്നിരുത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ആദ്യയുടെ ആണെങ്കിലും നമ്മൾ എടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങുകയാണ്, ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനിയും ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സോളം നമുക്ക് സമയമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു ഇല്ല നമ്മളിനിയിപ്പോൾ ഇറങ്ങുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറയുന്നത് അയ്യോ മാം താഴെ മാത്രമല്ല മുകളിലും ഉണ്ടല്ലോ അവിടെയും കൂടെ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓ ഇല്ല ഞങ്ങളിനിയിപ്പോൾ എന്തായാലും പോവുകയാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോയി, ഇനിയും എന്തായാലും ഒരു 20 മിനിറ്റ്സ് ഉണ്ടല്ലോ. അവിടെ ജിമ്മും പിന്നെ അങ്ങനെ ഡോക്ടേഴ്സ് റൂം അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കയറി ഒന്ന് കണ്ടിട്ട് പോകും. അപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റുമോ, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല കുട്ടിയുടെ ഏജ് അത്രയും ഇതല്ലാത്തത് കൊണ്ട് നമുക്ക് കയറാനായിട്ട് അലൗ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സെറ്റപ്പെല്ലാം കാണുന്നത് കേട്ടോ. അവിടെ ഒരു ജിം ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജിമ്മ്. പിന്നെ അതേപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ഒരു ക്ലിനിക്ക്, ഒരു ഡോക്ടർ ക്ലിനിക്ക് ഉണ്ട്. പിന്നെ അതേപോലെ ഒരു സലൂണുണ്ട്, ഒരു പാർലറുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മുകളിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ താഴെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന് മുകളിൽ വരാൻ പറ്റാത്തതാണോ അല്ലെങ്കിൽ അവർ പ്രിഫർ ചെയ്യാത്തതാണോ എന്നറിയത്തില്ല. ഇവിടെ ആണെങ്കിലും അല്ലി നല്ലപോലെ ഓരോന്നൊക്കെ ജിമ്മൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലിനിക്കും അതുപോലെ ജിമ്മും കേട്ടോ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ ചെയ്യാനായിട്ട് അവൾ നോക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ സംഭവം എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് പറ്റില്ലാത്താകുമ്പോഴത്തേക്ക് അവളതൊക്കെ വിട്ട് കളയും കേട്ടോ. എന്തായാലും അങ്ങനെ കുറച്ച് നേരം അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു.
അപ്പോൾ നമുക്ക് മുകളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെറുതായിട്ട് കാണാൻ പറ്റും. വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതൊരു വാസ്റ്റ് ഏരിയ തന്നെയാണ് കേട്ടോ, ഭയങ്കര വലിയൊരു സ്ഥലമാണ്. കുറേ ഗെയിംസും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് താനും. ഞങ്ങൾക്ക് പക്ഷേ ആ സൈഡിലേക്ക് പോകാൻ പറ്റാത്തതിൽ ഒരു നിരാശയില്ലാതില്ല. എന്തായാലും നെക്സ്റ്റ് ടൈം അല്ലി കുറച്ചുകൂടെ വലുതാകുമ്പോൾ എന്തായാലും ഒന്നുകൂടെ പോകണം. ആദ്യം കൂടെ കുറച്ച് വലുതായി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നല്ലതായിരുന്നു, കാരണം 2 പേർക്കും കൂടെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി. പിന്നെ കുറച്ച് നേരം കൂടെ അല്ലി അവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലിക്ക് വിഷമമായിട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ടോക്കൻസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ടോക്കൻസ് കളക്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന എമൗണ്ടിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സ് ഒക്കെ അവിടെ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കളക്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി. വീടിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ്. നല്ല ക്ഷീണം വരുന്നുണ്ടായിരുന്നു, കാരണം നമ്മൾ കുറേ നേരമായിട്ട് വെറുതെ ഇവിടെ ഇരിക്കുമായിരുന്നല്ലോ. എന്തായാലും നമ്മൾ അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അല്ലിക്ക് ഇപ്പോഴും ഇച്ചിരി സങ്കടമൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞ് അവൾ ഓക്കെ ആയിട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു കബാബ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കബാബ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. കാരണം കുറേ പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കബാബ് സൂപ്പറാണെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിൽ. അപ്പോൾ അല്ലിയോട് ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് അല്ലി കഴിക്കണേന്നൊക്കെ, കാരണം ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അല്ലി എപ്പോഴും ഭയങ്കര പുറകോട്ടാണ്. അല്ലീനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഇങ്ങനെ കബാബൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കഴിച്ചാലായി. അങ്ങനെ എന്തായാലും അല്ലി അത് എൻജോയ് ചെയ്തോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ആ ചട്നിയുടെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആസ് യൂഷ്വൽ ആദി ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഫുഡൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് പിന്നെ ആദീനെ ഉറക്കുന്ന പരിപാടിയായി. അത് കഴിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ മനോട്ടൻ്റെ വായിലൊക്കെ വെച്ച് തന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അത്രയേ ഉള്ളൂ. ബൈ.